ഹായ് ഓൾ. അപ്പൊ ഞാനിപ്പോ ഉള്ളത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. എൻ്റെ കൂടെ ഉള്ളത് ഷാസിയാണ്. ഹൈബ്രിഡ് നല്ല യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. മറ്റേതിനെക്കാട്ടും ഒരു ദിവസം പഠിച്ച് പിന്നെ പിറ്റേന്ന് എക്സാം ഒക്കെ ടെക്സ്റ്റിനെക്കാട്ടും ക്വസ്റ്റ്യൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഷാസിയ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. ഹായ് ഷാസിയ. ഹായ് സർ. യെസ്. അപ്പം നമുക്ക് നിങ്ങളുടെ ഇപ്പൊ നീറ്റ് പ്രിപ്പറേഷൻസ് ഒക്കെ വരികയാണ്. നീറ്റ് പ്രിപ്പറേഷൻസിലേക്ക് വരുമ്പം ഇത് ഈ വർഷം ഇതേ രീതി ഫേസ് ചെയ്ത ആൾക്കാരോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോവുകയാണ്. നമുക്ക് ഷാസിയോട് തന്നെ ആദ്യമായിട്ട് ചോദിക്കാം. സോ ഷാസിയ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ജേണി, എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഓക്കെ. അപ്പം ഷാസിയ നേരത്തെ ഈ വർഷത്തിന് നേരെ കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ എൻട്രൻസ് പ്രിപ്പറേഷൻസ് ആയിരുന്നു. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി, ബോട്ടണി, സുവോളജി ഒക്കെ ആയിരുന്നു. അവിടെ നിന്ന് ഇപ്പം മാറി അനാട്ടമിയും ഫിസിയോളജിയും ബയോ കെമിസ്ട്രി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ആ സബ്ജക്റ്റിലേക്കുള്ള മാറ്റം? ഇഷ്ടമായിരുന്നോ? ബയോളജി ഇഷ്ടമായിരുന്നോ? ബയോളജി ഇഷ്ടമായിരുന്നു. കുഴപ്പമില്ലാതെ പോകും. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പം, മെഡിക്കൽ കോളേജിലേക്ക് വന്നപ്പം ഈ സബ്ജക്ട്സ് ഒക്കെ എങ്ങനെയുണ്ട്? ടഫാണോ അതോ എങ്ങനെയാണ്? ഇഷ്ടം കൊണ്ട് പഠിക്കുന്നതാണോ കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണോ? എങ്ങനെയുണ്ട് ഇപ്പൊ? രണ്ടും ഉണ്ടല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്യാമ്പസ് അന്തരീക്ഷങ്ങളും? ക്യാമ്പസൊക്കെ നല്ല ക്യാമ്പസാണ്, അടിപൊളിയാണല്ലേ? യെസ്. അപ്പം നമ്മളും അത് തന്നെയാണ്. അതായത് ഇപ്പം നിങ്ങള് ഇപ്പം കഴിഞ്ഞ കൊല്ലം ഇതേ ഒരു എൻട്രൻസ് ആ ഒരു പ്രഷറിലൊക്കെ എന്താണ് എന്റെ റിസൾട്ട് എന്താകും എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ നിന്നും നിങ്ങൾ അടുത്ത വർഷം നിങ്ങളെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം തന്നെയാണ്. അപ്പം നമുക്ക് മെയിൻലി ചോദിക്കാനുള്ളതും ഷാസിയന്റെ എൻട്രൻസ് പ്രിപ്പറേഷൻ ജേണീസിനെ കുറിച്ച് തന്നെയാണ്. അപ്പം ഷാസിയ നമ്മുടെ വീര ബാച്ചിലെ റിപ്പീറ്റർ ആയിരുന്നു അല്ലെ? ഏതായിരുന്നു ബാച്ച്? N14. അപ്പൊ N14 കുട്ടിയായിരുന്നു ഷാസിയ. അപ്പം ഷാസിയ, അതായത് ഇപ്പം ഒരു വർഷത്തെ പ്രിപ്പറേഷൻ ആണ്, റിപ്പീറ്റിംഗ് ആണ് ചെയ്തത്. കഴിഞ്ഞ മെയ് 5-ാം തീയതി പരീക്ഷ ചെയ്തു, നീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു വർഷത്തെ ഒരു എങ്ങനെയായിരുന്നു? അതായത് കൺസിസ്റ്റന്റ് ആയിരുന്നോ? എങ്ങനെയായിരുന്നു? ഇടയ്ക്ക് എവിടെ എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ എങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഇവന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? അതായത് ആ റിപ്പീറ്റിംഗ് ജേണിയിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കൺസിസ്റ്റൻസി ഏകദേശം, പക്ഷെ ഇടയ്ക്കൊന്ന് ഇതാകും. അപ്പൊ എങ്ങനെ തിരിച്ചു വരിക? എങ്ങനെയാണ് ഇത്? നിർബന്ധമായും പഠിക്കണം എന്നുള്ള രീതിയിൽ സാർമാരുടെ മോട്ടിവേഷൻസ് ഒക്കെ കേട്ട് ഒന്ന് സെറ്റായി. ഹോസ്റ്റലിലെ അന്തരീക്ഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? ഹെൽപ്ഫുൾ ആയിരുന്നു. മെന്റേഴ്സ് ഒക്കെ ആയി നല്ലത്. ശരി. അപ്പൊ എങ്ങനെയാ? അതായത് ഇപ്പം നമ്മളിപ്പം ഹൈബ്രിഡ് പ്ലാൻ ആണല്ലോ, ഒരു ദിവസം പഠിക്കും ഒരു ദിവസം എങ്ങനെയാണ്? അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നു? ഹൈബ്രിഡ് നല്ല യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. മറ്റേതിനെക്കാട്ടും ഒരു ദിവസം പഠിച്ച് പിന്നെ പിറ്റേന്ന് എക്സാം എഴുതി. എങ്ങനെ അപ്പം കൂടുതൽ ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഫിസിക്സിലേക്കൊക്കെ വരുമ്പം ചോദ്യങ്ങൾ ചെയ്യണോ, കൺസെപ്റ്റ് പഠിക്കണോ? ഇതിനിടയിൽ പെൻഡിങ് വരുന്നുണ്ട്. അപ്പം ചോദ്യങ്ങൾക്ക് എങ്ങനെയാ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പഠിക്കുമ്പം? അതായത് ഇപ്പൊ നമ്മളിപ്പോ എന്തായാലും അപ്പൊ ഫോർ എക്സാമ്പിൾ ഫിസിക്സിന്റെ മോക്ക് എഴുതാൻ പോവാണ്, അല്ലെങ്കിൽ ഫിസിക്സിന്റെ ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുകയാണ്. അപ്പൊ ആ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ചോദ്യങ്ങൾക്ക് ഞാൻ ടെക്സ്റ്റിനെക്കാട്ടും ക്വസ്റ്റ്യൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ക്ലാസ് കേട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാ. ഞാൻ ഡൗട്ട് വെച്ചോട്ടെ. അതായത് കുറെ പേര് ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു, 2 ദിവസം കഴിയുമ്പോൾ ഇത് മറന്നു പോകുന്നു. അങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലേ? അപ്പൊ അതെങ്ങനെയാ അത് റീഗെയിൻ ചെയ്യുന്നത്? അതെങ്ങനെ തിരിച്ചത്? ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യാം. ക്ലാസ് നോട്ട്സ് ഇക്വേഷൻസ് ഒക്കെ എടുത്തോളാം. അപ്പം സംഭവം മറന്നു പോകല് സ്വാഭാവികം തന്നെയാണ് അല്ലെ ഷാസിയ? ഉറപ്പായിട്ട് ഷാസിയന്റെ എക്സ്പ്രഷൻ കണ്ടാ അറിയാം, സ്വാഭാവികമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പിന്നെയുമുള്ള ഒരു റിവിഷനാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് അല്ലെ? പിന്നെ ഈ കഴിഞ്ഞ പോലെ പോർഷൻസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സൈലത്തിന്റെ കൂടെയുള്ള റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ആ റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എങ്ങനെയായിരുന്നു ആ ഒരു പ്ലാൻ? എങ്ങനെയായിരുന്നു? ഓൾറെഡി നമ്മൾ കൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു സ്ട്രാറ്റജി ബയോളജിക്കൊക്കെ? എന്താ പറയാ, നമ്മളായിട്ട് പ്ലാൻ ഉണ്ടാക്കേണ്ടി വരുന്നില്ല. ഏകദേശം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു ഇത്ര ടോപ്പിക്സ്. അപ്പൊ പിന്നെ അതിന്റെ കൂടെ ഫോളോ ചെയ്തത് സക്സസ്ഫുൾ ആയിരുന്നു. എക്സാമ്പിൾ ആണല്ലോ ആൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പൊ ശരി. അപ്പം ഈ റിവിഷൻ സ്ട്രാറ്റജീസിൽ എങ്ങനെയാണ്? അപ്പം ക്വസ്റ്റ്യൻസ് കൂടുതലാണോ? GABC എഴുതുന്നത് എന്തായാലും ഓഫ് കോഴ്സ് GABC എഴുതുന്നുണ്ട്. അപ്പൊ ചെയ്തത് പിന്നെ വീഡിയോസ് കാണുമായിരുന്നു? ആ സമയത്ത് റിവിഷൻ വീഡിയോസ് കാണുമായിരുന്നു? പിന്നെ ക്വസ്റ്റ്യൻസ് മുമ്പ് ചെയ്തതന്നെ ഒന്നും കൂടി ചെയ്യാം. ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെയായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ? ഓർഗാനിക് കെമിസ്ട്രി മൈൻഡ് മാപ്പ് ആയിരുന്നു മെയിൻ ആയിട്ട് നോക്കിയിരുന്നത്. അതാകുമ്പോ കുറച്ചും കൂടി സിമ്പിൾ ആയി. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുമോ? അതായത് ഇങ്ങനെ മൈൻഡ് മാപ്പിലെ സംഭവങ്ങൾ പഠിച്ചിട്ട് അത് എവിടെയെങ്കിലും എഴുതി വെക്കാറൊക്കെ ഉണ്ടോ? ഇക്വേഷൻസോ അല്ലെങ്കിൽ റിയാക്ഷൻസ് ഒക്കെ? ഇക്വേഷൻസ് മൈൻഡ് മാപ്പിൽ ഏകദേശം എല്ലാം, പിന്നെ ടെക്സ്റ്റും കൂടി നോക്കുമ്പോൾ കംപ്ലീറ്റ്.
അപ്പം അങ്ങനെ ആ ഒരു ജേണി കഴിഞ്ഞല്ലേ. അപ്പം റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞപ്പം അതായത് ആ ഒരു എക്സ്പെക്ടഡ് സ്കോർ ആയിരുന്നോ, അങ്ങനത്തെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടായിരുന്നോ? അതായത് എക്സ്പെക്ട് ചെയ്ത സ്കോർ തന്നെയാണ് എനിക്ക് കിട്ടിയത് ഉള്ളതൊക്കെ ഉണ്ടായിരുന്നോ? സ്കോർ തന്നെയാണ്. ലാസ്റ്റ് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു, അതിനോട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആ റിവിഷന്റെ സമയത്ത് ഗെയിൻ ചെയ്തൊരു സംഭവമായിരിക്കും അല്ലേ. ശരി ശരി. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സാധാരണ ഇപ്പൊ നമ്മൾ മോക്കൊക്കെ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഗ്രാൻഡ് ടെസ്റ്റുകളൊക്കെ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ മാർക്ക് 400 അല്ലെങ്കിൽ 500 എന്നൊക്കെ ആയിരിക്കും നമ്മൾ കയറി വരിക. ഷാസിക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ജേണി, എങ്ങനെയായിരുന്നു മാർക്കിന്റെ ജേണി? മാർക്ക് ഫസ്റ്റ് ഒക്കെ 600 ബിലോ ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ കയറി വന്നതാണ്. അപ്പം ഫസ്റ്റ് 600 താഴേന്ന് വന്ന് പയ്യെ പയ്യെ സ്വന്തം മാർക്ക് ഇമ്പ്രൂവ് ആകുന്നുള്ള സാധനം അനലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. പ്രഷർ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ എങ്ങനെയാ ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നത്? പാരന്റ്സിനെ പേടിക്കും, പാരന്റ്സിനെ വിളിക്കും. ശരി ശരി. അപ്പം അത് കഴിഞ്ഞ് നീറ്റ് UG എന്ന് പറഞ്ഞൊരു ടാസ്ക് ഒന്ന് കടന്ന് ഇപ്പം പുതിയൊരു കോളേജിലും പുതിയൊരു ക്യാമ്പസിലും ഇരിക്കുകയാണ്. അപ്പൊ മെയിൻലി എല്ലാവർക്കും ഇപ്പൊ MBBS എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഇവിടെ വന്നപ്പോൾ ഇവരെല്ലാം പറഞ്ഞത് അത് തന്നെയാണ്, സാറേ അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് തന്നെയാണ്, ഇത് കഴിഞ്ഞാൽ നീറ്റ് UG കഴിഞ്ഞാൽ എല്ലാം തീരും എന്നാണ് പറഞ്ഞെങ്കിലും അതല്ല, അത് കഴിഞ്ഞിട്ടും ഡിഫിക്കൽട്ടാണ്. അത് കുറെ പേർക്ക് അറിയാമെന്ന് തോന്നുന്നു. പക്ഷെ അത് അറിഞ്ഞിട്ട് വരണം എന്നാണ് ഷാസിയ ഓൾറെഡി എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞിട്ട് തന്നെ അതും ഡിഫിക്കൽട്ടാണ്, പക്ഷെ എൻജോയബിൾ ആണ് അല്ലേ. അപ്പം കോളേജസ് ഇപ്പം തൃശ്ശൂരിലെ ഇത് ചോദിച്ചാൽ എങ്ങനെയാ, ഫെസ്റ്റിവലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇടയ്ക്കിടയ്ക്ക്? പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം ഷാസിന്റെ ജേണിയും അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം എന്താണ് മീൻസ് ഇവരോട് അപ്പം എന്തായാലും നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തന്നെ നിങ്ങളുടെ സീനിയേഴ്സ് ഓരോ കോളേജസിലൊക്കെ പോയി പഠിക്കുന്ന എക്സ്പീരിയൻസ് കേട്ട് കാണും. ഇപ്പൊ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ ജൂനിയേഴ്സിനോട് ഇത് എങ്ങനെ കൺവേ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും, അതായത് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായി പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? റിവിഷൻ മെയിൻ ആയിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസിന് പ്രയോറിറ്റി കൊടുക്കും. ഷാസിക്ക് ഫിസിക്സ് ഇഷ്ടമായിരുന്നു അല്ലേ? ഇഷ്ടമായിരുന്നു. പക്ഷെ അപ്പം ടഫ് സബ്ജക്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കെമിസ്ട്രി ഓക്കെ. അപ്പം അങ്ങനെ റിവിഷൻസും അതേപോലെ തന്നെ അത് റിവിഷന്റെ സമയത്ത്, അതായത് ഈ വരുന്ന കൺസെപ്റ്റ്സ് കഴിഞ്ഞുള്ള റിവിഷന്റെ സമയത്ത് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വരുമല്ലേ. അപ്പം അതൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇനിയിപ്പം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള 5 വർഷം നല്ല അടിപൊളിയായിട്ട് തന്നെ പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവർക്കും നമുക്കൊരു ഓൾ ദ ബെസ്റ്റ് കൊടുക്കാം അല്ലേ. ഓൾ ദ ബെസ്റ്റ്.